بسم الله الرحمن الرحيم. وروي عن مجاهد رحمه الله أن رجلا جاء إلى ابن عباس رضي الله عنهما فقال يا ابن عباس ما تقول في رجل يقوم الليل ويصوم النهار ولا يشهد جمعة ولا يصلي في الجماعة فمات على ذلك فأين هو؟ فقال له في النار. മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒരിക്കൽ ഒരാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലായുടെ അടുക്കൽ വന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാഹുവിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, അല്ല ഇബ്നു അബ്ബാസ്, ഞാൻ ഒരാളെ സംബന്ധിച്ച് താങ്കളോട് ചോദിക്കുകയാണ്. അദ്ദേഹം രാത്രി മുഴുവനും തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളാണ്. പകല് അദ്ദേഹം സുന്നത്ത് നോമ്പിലാണ്. പക്ഷേ അദ്ദേഹം ജുമുഅയുടെയോ ജമാഅത്തിൻ്റെയോ നമസ്കാരത്തിൽ പങ്കെടുക്കാറില്ല. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവരോട് വന്നയാൾ ചോദിച്ചു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം നരകത്തിലാന്ന് പറഞ്ഞു. അദ്ദേഹം ജുമുഅയുടെ ജമാഅത്തിലോ കൂടുന്നില്ല, പക്ഷെ പകല് മുഴുവനും നോമ്പാണ്, രാത്രി മുഴുവൻ നമസ്കാരമാണ്. പിന്നീട് അതിന് ശേഷം ഈ വന്നയാൾ 1 മാസം കഴിഞ്ഞ് വീണ്ടും വന്നു. വീണ്ടും ചോദിച്ചു, ഒരാൾ പകല് മുഴുവനും നോമ്പാണ്, രാത്രി മുഴുവനും തഹജ്ജുദിലാണ്, പക്ഷേ ജുമുഅയ്ക്ക് ജമാഅത്തിന് വരുന്നില്ല, അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവ ഫിന്നാർ, അദ്ദേഹം നരകത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ജുമുഅയുടെയും ജമാഅത്തിൻ്റെയും പ്രാധാന്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കൽ ബാങ്ക് കേൾക്കുന്നവർക്ക് നിർബന്ധമാണ്. ഒരു അന്ധനായ സഹാബിയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ മുഅദ്ദിൻ അദ്ദേഹം. നബി തങ്ങൾക്ക് 3 മുഅദ്ദിന്മാരുണ്ട്. ഒരാളുടെ പേര് എല്ലാവർക്കും അറിയാം. ആരാ? എല്ലാവർക്കും ഒരാളുടെ പേര് അറിയുള്ളൂ. ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാൽ ബിൻ റബാഹ്. എത്യോപ്യക്കാരനാണ്, ഹബ്ശിയാണ്, നീഗ്രോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅദ്ദിൻ അദ്ദേഹമാണ്. അദ്ദേഹം മസ്ജിദുൽ ഹറമിൽ തങ്ങളുണ്ടായിരുന്ന കാലത്ത് ബാങ്ക് വിളിച്ചു, മദീനയിൽ ബാങ്ക് വിളിച്ചു. വേറെ ഒരു സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം. അദ്ദേഹം അന്ധനാണ്, കാഴ്ച ഒട്ടുമില്ല. ഒരിക്കൽ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, ഞാൻ അന്ധനാണ്, കാഴ്ചയില്ല, സഹായിക്കാനും ആളില്ല, ഞാൻ ജമാഅത്ത് നമസ്കാരത്തിന് വരണമെന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, വേണ്ട, നീ പൊക്കോ, നീ ജമാഅത്തിൽ പങ്കെടുക്കേണ്ട, വീട്ടിൽ നിസ്കരിച്ചാൽ മതി. അതിനുശേഷം അദ്ദേഹം തങ്ങളുടെ മജ്‌ലിസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തെ വീണ്ടും തിരിച്ചു വിളിച്ചു. ചോദിച്ചു, തസ്മഉൽ അദാൻ, നിനക്ക് ബാങ്ക് കേൾക്കാമോ എന്ന് ചോദിച്ചു. പള്ളിയിലെ ബാങ്ക് കേൾക്കാം. അദ്ദേഹം പറഞ്ഞു, നബി, ഞാൻ ബാങ്ക് കേൾക്കുന്നു, കേൾവിക്ക് ഒരു കുഴപ്പമില്ല, എന്നാൽ നിങ്ങൾ ജമാഅത്ത് നിസ്കാരത്തിന് വരണമെന്നു. ആരോടാ? അന്ധനായ സഹാബിയുടെ, കണ്ണ് കാണാത്ത ആളോ. കണ്ണ് കാണാത്ത ആൾക്ക് ജമാഅത്തിൽ നിന്ന് വിട്ടു നിൽക്കാവുന്ന ഫിഖ്ഹിൻ്റെ വിധി, അത് ഫിഖ്ഹാണ്. റസൂലുള്ളാഹി തങ്ങളുടെ താല്പര്യം അങ്ങനെയല്ല. ജമാഅത്ത് നമസ്കാരത്തിൽ നമുക്കെടുത്താൽ 27 ദർജ കിട്ടും. ഒരു സഹാബിക്കും ഒരു ദർജയും കുറയാൻ പാടില്ല, നബി തങ്ങളുടെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, രണ്ടാമത് തിരിച്ച് വിളിച്ചിട്ട് ബാങ്ക് കേൾക്കുന്നെങ്കിൽ ജമാഅത്തിൽ വരണം. ജുമുഅ എന്ന് പറയുന്നത് ആഴ്ചയിലെ ഒരു ഉമ്മത്തിൻ്റെ ഒരു കൂട്ടമാണ്. എല്ലാ ദിവസവും സത്യവിശ്വാസികൾ പരസ്പരം ചേർന്ന് നിന്ന് തോള് മുട്ടി നിന്ന് നമസ്കരിക്കുന്നത് കൊണ്ട് അള്ളാഹു അവൻ്റെ റസൂലും ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്, ഉമ്മത്തിൻ്റെ ഇടയിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകണം. ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് വേറെ കാര്യം, ദീൻ ആഗ്രഹിക്കുന്നതാണ്. അതുപോലെ ആഴ്ചയിൽ ഒരു തവണ ജമാഅത്ത് നമസ്കാരത്തിന് പല പള്ളിയിൽ കൂടുന്നവർ അവരെല്ലാവരും കൂടി വേറൊരു പള്ളിയിൽ കൂടണം, വലിയ പള്ളിയിൽ. ജാമിഅ മസ്ജിദ് അതിന് പേര്, നയനാർ പള്ളി ജാമിഅ മസ്ജിദാണ്. ജാമിഅൻ്റെ അർത്ഥം പല പള്ളികൾ നടക്കുന്ന ജമാഅത്തിനെ ഒരുമിച്ച് കൂട്ടുന്ന പള്ളി എന്നാ. അതാ ജുമയുടെ ശരിയായ അർത്ഥം, ജുമയുടെ ശരിയായ ആത്മാവ് വലിയ പള്ളികളിലേ കിട്ടുള്ളൂ. ഞാൻ ചെറിയ പള്ളി വിമർശിക്കൊന്നുമല്ല,
അങ്ങനെ ഭിന്നിപ്പിക്കാനുള്ളതല്ല ജുമാ. ജുമാ എന്ത് ചെയ്യാനുള്ളതാ? ഒരുമിച്ച് കൂട്ടാനുള്ളതാണ്. ഇത് ആഴ്ചയിൽ ഒരു തവണ. ഇതുകൊണ്ടും മതിയാകാതെയാണ് വർഷത്തിൽ 2 തവണ പെരുന്നാൾ വച്ചിരിക്കുന്നത്. അത് ജുമയേക്കാൾ വലിയ ജമാഅത്ത് ആയിരിക്കണമെന്ന് കിതാബിൽ എഴുതിയിട്ടുണ്ട്. ജുമയേക്കാൾ വലിയ ജമാഅത്ത് ആയിരിക്കണം എന്ത്? പെരുന്നാൾ. അത് വർഷത്തിൽ എത്ര ഉള്ളൂ? 2 പ്രാവശ്യമേ ഉള്ളൂ. ഇസ്ലാം ആഗ്രഹിക്കുന്നത്, ദീൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ജമാഅത്തിനേക്കാൾ വലുതായിരിക്കണം ജുമയേക്കാൾ വലുതായിരിക്കണം പെരുന്നാൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ച് പെരുന്നാൾ കിട്ടിയിട്ടുണ്ട്. ഹിജ്റ 3 ആണ് അല്ലെങ്കിൽ 4 പെരുന്നാൾ നിസ്കാരം സുന്നത്താക്കിയത്, അല്ല വാജിബാക്കിയത്. പിന്നീട് റസൂലുള്ളാഹി തങ്ങൾ 3-4 വർഷം കൂടി ജീവിച്ചു. ആ സമയത്തൊക്കെ റസൂലുള്ളാഹി തങ്ങൾ പെരുന്നാൾ നമസ്കരിച്ചത് പള്ളിയിലല്ല, ഈദ്ഗാഹിലാണ്, മൈതാനത്ത് നമസ്കരിച്ചത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ നമസ്കരിക്കുന്നത് പുണ്യമായിട്ട് കൂടി നബി തങ്ങൾ മൈതാനത്താണ് പെരുന്നാൾ നമസ്കരിച്ചത്. എന്തിനാണെന്നറിയാമോ? ജമാഅത്ത് വലുതാകാനാണ്. വേറൊരു ന്യായവും ഇല്ല അതിന്. പള്ളിയാണല്ലോ പുണ്യം. പക്ഷെ തങ്ങളെ തിരഞ്ഞെടുത്തത് മൈതാനം. എന്താ കാരണം? മസ്ജിദ് നബവിയിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ആൾ അവിടെ വരണം. ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബ് പ്രകാരം റഹിമഹുല്ല വാജിബാണ് പെരുന്നാൾ നിസ്കാരം. ഇമാം ഷാഫിയുടെ മദ്ഹബിൽ സുന്നത്ത് മുഅക്കദയാണ്, പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറയുന്നത് വാജിബാണ്, പെരുന്നാൾ നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. പെരുന്നാൾ നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെട്ട പെരുന്നാളിനെ ഖലാ വീട്ടുന്നു എന്ന നിയ്യത്തോടെ ളുഹാ നിസ്കരിക്കണം 4 റക്അത്ത്. അപ്പോൾ അതൊരു ഖലാ പോലെയാണ്, ഒരു പകരമാണ്. ഒരിക്കലും നിസ്കരിക്കാത്ത ആളാണെങ്കിൽ പെരുന്നാൾ ദിവസം പെരുന്നാൾ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? 4 റക്അത്ത് ളുഹാ നിസ്കരിക്കണം. ജുമാ കിട്ടിയില്ല എന്ത് ചെയ്യണം? 4 റക്അത്ത് അതുപോലെ വാജിബാത്. ളുഹറല്ല, പെരുന്നാൾ. അപ്പോൾ ഇതൊക്കെ എന്താണെന്നറിയോ? ജമാഅത്തിൻ്റെ പ്രാധാന്യമാണ് പഠിപ്പിക്കുന്നത്, കൂട്ടം കൂടുന്നതിൻ്റെ മഹത്വം. ഉമ്മത്തുകൾ, മുസ്ലിമീങ്ങൾ, സഹോദരന്മാർ അങ്ങോട്ട് ചെന്ന് കാണണം, സന്തോഷം കൈമാറണം, അഭിപ്രായങ്ങൾ ചോദിക്കണം, വിശേഷങ്ങൾ അറിയണം. ഇതൊക്കെ ഇസ്ലാം ആഗ്രഹിക്കുന്നു. ഒരു കമ്മ്യൂണിറ്റിയായി മുസ്ലിം ഉമ്മത്ത് ലോകത്ത് നിലനിൽക്കണം. ആ കമ്മ്യൂണിറ്റി ഭയങ്കര അത്ഭുതകരമാണ്. അതിന് ഇസ്ലാം ഏർപ്പാടാക്കിയ സംവിധാനങ്ങളാണ് ജമാഅത്തും ജുമഅയും പെരുന്നാളും ഒക്കെ. അവിടെ പരമാവധി എന്ത് ചെയ്യുക? വലിയ വലിയ ജമാഅത്തുകൾ കൂടുക. ഏതിന്? ജുമഅയ്ക്കും പെരുന്നാളിന് വലിയ വലിയ ജമാഅത്തുകൾ. അതിന് കൂടുതൽ കൂലിയുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, 100 പേർ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ് നല്ലത്, 8 പേര് ജമാഅത്ത് നിസ്കരിക്കലാണ്. അങ്ങനെ ഹദീസിലുണ്ട്. അങ്ങനെ 100 പേർ ഒറ്റയ്ക്ക് നിസ്കരിക്കണ നല്ലത് ഏതാ? 8 പേര് ജമാഅത്ത് നിസ്കരിക്കലാണ്. അപ്പോൾ 100 കൂട്ടം എന്ത് വ്യത്യാസം ഉണ്ടെന്നൊക്കെ ജമാഅത്തിൻ്റെ മഹത്വമാണ്. ഇപ്പോൾ ഒരു ജമാഅത്ത് നമസ്കാരം പോലും കളയരുത്. അങ്ങനെ മനസ്സിന് നീയത്ത് ചെയ്യണം. എന്ത് ത്യാഗം ചെയ്തും ബാങ്ക് വിളിച്ചാൽ പള്ളിയിലെത്തി നമസ്കാരത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്ന സമയത്തെല്ലാം നമസ്കാരത്തിന് കൂലി കിട്ടിക്കൊണ്ടിരിക്കും. ജമാഅത്തായി നമസ്കരിക്കണം. നമസ്കാരം കഴിഞ്ഞിട്ടുള്ള സുന്നത്ത് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യണം? പള്ളിയിൽ നിന്ന് പോകാവൂ. ഒരു സത്യവിശ്വാസി എങ്ങനെ ആയിരിക്കണമെന്നാ? സുബഹി കഴിഞ്ഞാൽ ഉദയം വരെ പള്ളി കാണണം. ഒരു സത്യവിശ്വാസി ഉദയം വരെ എവിടെ കാണണം? പള്ളി കാണണം. കാരണം എന്താ? അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, നിങ്ങൾ രാവിലെയും വൈകുന്നേരം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എവിടെ ഇരിക്കണം? പള്ളി ഇരിക്കണം. ഇത് സുന്നത്ത് നിസ്കാരമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഫർള് കഴിയുമ്പോൾ ഓട്ടവാ. ഫർള് കഴിഞ്ഞ ഒറ്റപടിയില്ല. 140 ഉദയം വരെ പള്ളിയിലിരിക്കണം. ഇശ്റാഖ് നമസ്കരിച്ചിട്ട് വേണം മഈശത്തിന് പോകാൻ. അത് ഏറ്റവും നല്ല മാർഗം. അള്ളാഹു അതിൽ ബർക്കത്ത് ചെയ്യും. അപ്പം അള്ളാഹു തആല മനസ്സിലാക്കി ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.